നമ്മളെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ കണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളെ പറ്റിയിട്ട് എൻ്റെ ഇത് വെച്ചിട്ട് എൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട് ഒരു ഫേക്ക് പേജ് അതിൽ ലാലേട്ടനെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതിയേക്കണം. ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ ദൃശ്യം 3യെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതിയേക്കണം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഏതെങ്കിലും വിവരമുള്ളവന്മാർ ഇത് ചെയ്യൂ. നമ്മൾ ഇത്രയും അതായത് നമ്മുടെ ഫാൻസ് ക്ലബ്ബ് ഇത് ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ ശരിക്കും അങ്ങനെ അവന്മാർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കാര്യം ഞാൻ നെല്ല് പിടിക്കും. ഒരിക്കലും ചെയ്യില്ല. കാരണം വിവരമുള്ള ആരും ചെയ്യില്ല. ഭയങ്കര എന്താ പറയുക, ബ്ലണ്ടറാണത്. എനിക്ക് ഭയങ്കര വിഷമമായി ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ദേഷ്യം വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാലേട്ടൻ ഫാൻസിലെ അവരായിട്ട് നമ്മൾ സംസാരിച്ച് അവർക്കിത് മനസ്സിലായി എൻ്റെ റിയാലിറ്റി. കാരണം അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജേ ഇല്ല. ഇത് മനഃപൂർവ്വം ആരോ ചെയ്യണതാണ്. ഇത് അത് ഏതോ ഇത് തലയ്ക്ക് ബോധമില്ലാത്ത ആരോ ചെയ്യണത്. കാരണം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഭയങ്കര മോശമല്ലേ? അപ്പം ഞാൻ അങ്ങനെ ലാലേട്ടനെ പറ്റി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് ന്യൂസ് വരാം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും സംഭവിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ വരാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അപ്പം തന്നെ ലാലേട്ടൻ ഫാൻസിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മളിത് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പോസ്റ്റ് ഇടാൻ പറഞ്ഞു. പോസ്റ്റ് ഇട്ടു. ഇത് മാത്രമല്ല, ഇതേപോലെ വേറെ കുറേ സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ പറയണത് എന്തിനാണ് വെറുതെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യണേ?